മനഃശാസ്ത്ര നിർവചനങ്ങൾ ഞാൻ പഠിച്ച കോഡ്സും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മനഃശാസ്ത്രത്തെ ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. അത് നമ്മൾ ആത്മാവിനെ സങ്കല്പിച്ച് ബലിയൊക്കെ എടുത്തില്ല, അപ്പം ചോറ് അരിയൊക്കെ കൊടുക്കൂലേ, അപ്പം അത് അരി പ്ലേറ്റിലിട്ട് ആത്മാവിന് കൊടുത്തു എന്ന് ഓർത്താൽ മതി. അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ആത്മാവിൻ്റെ ശാസ്ത്രം. സൈക്കോളജിയെ മനസ്സിൻ്റെ ശാസ്ത്രം എന്ന് വിളിച്ചത് ഇമ്മാനുവൽ കാൻ്റ്. ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പേരല്ലേ, ദൈവത്തിന് നല്ല മനസ്സല്ലേ, അപ്പം ഇമ്മാനുവൽ കാൻ്റ് മനസ്സിൻ്റെ ശാസ്ത്രം. പിന്നെ മനസ്സിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സൈക്കോളജി എന്ന് പറഞ്ഞത് CF വാലന്റൈനാണ്. അത് തിരിഞ്ഞു പോകല്. പിന്നെ മനഃശാസ്ത്രം മനുഷ്യബന്ധങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും പഠനമാണെന്ന് പറഞ്ഞത് ക്രോ ആൻഡ് ക്രോ. ക്രോ എന്ന് പറയുമ്പം കാക്ക മനുഷ്യൻ നിൽക്കുന്നിടത്ത് നന്നായിട്ട് വിഹരിക്കുന്ന സ്ഥലമല്ലേ, കാക്കകൾ മനുഷ്യനുള്ളൊരു സ്ഥലത്ത് കിടന്ന് വിഹരിക്കും എന്ന് ഓർത്താൽ മതി. ഇപ്പം മനുഷ്യബന്ധങ്ങൾ, വ്യവഹാരം, ക്രോ ആൻഡ് ക്രോ. വിഹരിക്കുകയും വ്യവഹാരവും തമ്മിലൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. മനുഷ്യബന്ധം, വ്യവഹാരം, ക്രോ ആൻഡ് ക്രോ. മനഃശാസ്ത്രം വ്യവഹാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും പഠനമാണ്. വ്യവഹാരം എന്ന് പറഞ്ഞാൽ ബിഹേവിയർ. അപ്പം നല്ല ബിഹേവിയർ ഇല്ലെങ്കിൽ നല്ല അനുഭവം കിട്ടും അല്ലേ. അപ്പം അത് അടിയായിട്ടാണെങ്കിൽ നമ്മുടെ സ്കിന്നിലല്ലേ കിട്ടുന്നത്. അപ്പം വ്യവഹാരം, അനുഭവം, സ്കിന്നർ. മനഃശാസ്ത്രത്തെ ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞത് വില്യം വൂണ്ടും വില്യം ജെയിംസുമാണ്. വൂണ്ട് കണ്ടപ്പോൾ ബോധം പോയി, ജെയിംസ് മുട്ടായി കഴിച്ച് ഓക്കെ ആയി. ജെയിംസ് മുട്ടായി കണ്ടപ്പോൾ ഓക്കെ ആയി. ഓക്കെ. അടുത്ത മനഃശാസ്ത്രത്തെ മനസ്സിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണെന്ന് പറഞ്ഞത് CF വാലന്റൈൻ. അതിന് നിങ്ങൾ തന്നെ ഒരു കോഡ് കണ്ടുപിടിച്ച് എനിക്കും കൂടെ പറ.